JP അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് 1101 ആണ്ട് ചിങ്ങമാസത്തിലെ ഫലം തന്നെയാണ്. കന്നി രാശിക്കൂറുകാരായ ഉത്തരത്തിൻ്റെ 2, 3, 4 പാദം, അത്തം ചിത്തിരയുടെ 1, 2 പാദത്തിൽ ജനിച്ചവരുടെ ചിങ്ങമാസത്തെ ഫലമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ചിങ്ങമാസത്തെ ഫലം എന്ന് പറയുമ്പോൾ ആഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള ഒരു മാസത്തെ. കന്നിരാശിയുടെ ജന്മരാശാധിപൻ വിദ്യാകാരനായ ബുധനാണ്. ബുധൻ കർക്കിടകം, ചിങ്ങം, കന്നി ഈ 3 രാശികളിലായിട്ടാണ് ചിങ്ങമാസം സഞ്ചരിക്കുന്നത്. കർക്കിടകത്തിൽ 11ാം ഭാവത്തിലാണ് ബുധൻ സഞ്ചരിക്കുന്നത്. 11ാം ഭാവം എന്ന് പറയുമ്പോൾ ലാഭസ്ഥാനമാണ്. കാര്യജയം, പല വിധത്തിലുള്ള ധനലാഭം, ബന്ധുസഹായം, ബുദ്ധിസാമർഥ്യം, ദീർഘായുസ്, സുഖം, ഇങ്ങനെയുള്ള പല ഗുണങ്ങളും ഇങ്ങോട്ട് നൽകുന്ന ഒരു ഭാവമാണ് 11ാം ഭാവം. ആഗമന സ്ഥാനം എന്ന് പറയും, അതായത് വരവ്, ലാഭസ്ഥാനം എന്ന്. കർക്കിടകം രാശിയിലേക്ക് ബുധൻ മാറുമ്പോൾ അതായത് 11ാം ഭാവമാണെങ്കിലും കർക്കിടകൻ രാശിയിലെ ബുധൻ ശത്രുരാശിയിലാണ് നിൽക്കുന്നത്. സ്ത്രീകളുമായും മാതാവുമായും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കർക്കിടകൻ രാശി ചന്ദ്രൻ്റെ രാശിയാണ്. ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുന്നതാണ്, സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാണ്, മാതാവിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് ശത്രുരാശിയായിട്ട് വരുമ്പോൾ ബുധനെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളുമായിട്ടുള്ള, അതായത് സ്ത്രീകൾ, മാതാവ്, മാതൃസ്ഥാനീയർ, ഇങ്ങനെയുള്ളവരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അവരുമായി ഒരു സ്വരച്ചേർച്ചയില്ലാത്ത ഒരു സാഹചര്യം ഒക്കെ വരാം. കർക്കിടകം ജലരാശി ആയതുകൊണ്ട് ജലവിഭവങ്ങളുമായും ജലവാഹനങ്ങളുമായും ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവം പലവിധ ഗുണങ്ങൾ, ലാഭം ഇവർക്ക് ഉണ്ടാക്കിത്തരും. ആഗസ്റ്റ് 30 മുതൽ ബുധൻ ബന്ധുരാശിയായ ചിങ്ങൻ രാശിയിൽ വരും. ബുധനോടൊപ്പം സൂര്യനും കൂടി ചിങ്ങൻ രാശിയിലുണ്ട്. അപ്പം ബുധനും സൂര്യനും ചേരുന്ന ഒരു യോഗം നിപുണയോഗം എന്ന് പറയും. ഇത് പലവിധ ഗുണങ്ങളും നൽകാറുണ്ട്. വിദ്യാഭ്യാസവും അതിൽ നിന്നുള്ള സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങളുമൊക്കെയാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കാരണം ആദിത്യൻ സർക്കാരിനെ സൂചിപ്പിക്കുന്നതാണ്. ആദിത്യനും ബുധനും ചേരുമ്പോൾ നിപുണയോഗമാണ്. ബുധൻ വിദ്യാകാരകനാണ്, വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴും 12ാം ഭാവത്തിലാണ് ഈ ചിങ്ങൻ രാശി വരുന്നത് കന്നിരാശിക്കാർക്ക്. അപ്പോൾ 12ാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഗുണമൊന്നും ലഭിക്കാനുള്ള സാധ്യത കുറവായി. കൂട്ടത്തിൽ ആദിത്യനും ബുധനും ചിങ്ങൻ രാശിയിൽ നിൽക്കുമ്പോൾ ചിങ്ങൻ രാശിയിൽ തന്നെ സഞ്ചരിക്കുന്ന മറ്റൊരു ഗ്രഹമാണ് കേതു. അത് പല വിധത്തിലുള്ള സഞ്ചാരം ഒരു ഉറച്ച മനസ്ഥിതി ഉണ്ടാകത്തില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ മനസ്സിനൊരു ചാഞ്ചല്യം, ഒരു ചാഞ്ചാട്ടം ഉണ്ടാകും. അതാണോ ശരി, ഇതാണോ ശരി, എന്നാൽ അങ്ങോട്ട് പോകാം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്താഗതി വരാം. അതുപോലെ കിട്ടുമെന്ന് വിചാരിച്ച പലതും എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു, അപ്പോൾ അത് സാധിക്കും എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ 12ാം ഭാവത്തിലായതുകൊണ്ട് അത് എപ്പോഴും സാധിക്കണമെന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ആരോഗ്യ സംബന്ധമായ പ്രശ്നമാണ്. അപ്പം നേത്രരോഗം, പ്രത്യേകിച്ച് വലത്തെ കണ്ണിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർ സൂക്ഷിക്കണം. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, കൂടെ നിന്നവരും ബന്ധുക്കളുമൊക്കെ വേണ്ട സമയത്ത് സഹായത്തിനില്ലാതെ വരുന്ന ഒരു സാഹചര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം 12ാം ഭാവം കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ചിങ്ങമാസം അവസാനത്തിലാണ് ബുധൻ ജന്മരാശിയും അതുപോലെ ഉച്ചരാശിയുമായ കന്നിയിലേക്ക് മാറുന്നത്. ചിങ്ങമാസം അവസാനിക്കുന്ന സമയത്ത്, ആ ദിവസങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് അതിന് കാര്യമായ ഫലമൊന്നും ചിങ്ങമാസത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാനുമില്ല. 12ാം ഭാവത്തിലെ സൂര്യനാണെങ്കിൽ സ്വക്ഷേത്രവാനാണെങ്കിലും നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് സൂര്യനെ സംബന്ധിച്ച് പറയുമ്പോൾ സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ, പിതാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അതും ആദിത്യനാണ്. അപ്പോൾ പിതാവിൽ നിന്നും കാര്യമായ അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്കനുസരിച്ച വലിയ പ്രയോജനമോ ഗുണങ്ങളോ ഉണ്ടാകണമെന്നില്ല. നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ചില അപാകതകൾ സംഭവിക്കുകയും ചെയ്യാം. അതുപോലെ സർക്കാരിൽ നിന്നോ ഭരണതലത്തിൽ നിന്നോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ലഭിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നാലും അതിനൊക്കെ ചിലപ്പോൾ ഒരു മുടക്കമോ തടസ്സമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ 12ാം ഭാവം എന്ന് പറയുമ്പോൾ അനുഭവ ഗുണം ഇല്ലാത്ത ഒരവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
അതായത് നല്ല കാര്യങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഫലം ചിലപ്പോൾ ലഭിച്ചെന്ന് വരത്തില്ല. അഥവാ സത്കർമ്മം നല്ല ഫലം നമുക്ക് അനുഭവ ഗുണമായിട്ട് അതിൻ്റെ ഫലം കിട്ടിയെന്നും വരത്തില്ല. അതൊക്കെയാണ് ഈ 12ാം ഭാവത്തിലെ ഒരു ഫലം പറയുന്നത്. പിന്നെ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയിലാണ് ചൊവ്വ വരുന്നത്. അപ്പം ചൊവ്വയെ അഷ്ടമാധിപനായ ചൊവ്വയാണ് ജന്മത്തിൽ നിൽക്കുന്നത്, ജന്മരാശിയിൽ നിൽക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പം ഈ ചൊവ്വയ്ക്ക് 4, 7, 8 ഭാവങ്ങളിലേക്ക് പൂർണ്ണ ദൃഷ്ടി വരും ചൊവ്വ നിൽക്കുന്ന രാശിയിൽ നിന്ന്. അപ്പം അഷ്ടമാധിപൻ കേന്ദ്രത്തിൽ അഥവാ ജന്മരാശിയിൽ വരിക എന്ന് പറയുമ്പോൾ അത് ആരോഗ്യ പ്രശ്നത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ചൊവ്വയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ജന്മരാശിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും അല്പം കോപം, ശൗര്യം, ആവേശം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുപോലെ വേണ്ടാത്ത കാര്യത്തിലൊക്കെ അങ്ങോട്ട് ചെന്ന് ഇടപെട്ട് വയ്യാവേലി വലിച്ചു വയ്ക്കാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ ജന്മരാശിയിലായതുകൊണ്ട്, ജന്മരാശി എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ദുഃഖഭാവങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ ഗുണദോഷങ്ങളെയൊക്കെയാണല്ലോ സാധാരണഗതിയിൽ ലഗ്നം കൊണ്ടും ജന്മരാശി കൊണ്ടും ഒക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരീരത്തിന് ചൊവ്വ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ജന്മരാശിയിൽ നിൽക്കുമ്പോൾ ശരീരത്തിന് ചതവോ മുറിവോ അപകടങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൂടാ എന്നൊന്നുമില്ല. 7-ലെ ശനി കന്നിരാശിയിലെ ചൊവ്വായും തമ്മിൽ, അതായത് കന്നിയിൽ നിൽക്കുന്ന ചൊവ്വായ്ക്ക് മീനത്തിൽ നിൽക്കുന്ന ശനിയുമായിട്ടൊരു പരസ്പര ദൃഷ്ടിയുണ്ട്. നേർരേഖയിലാണ് നിൽക്കുന്നത്, പരസ്പര 7-ാം രാശി. അപ്പം അങ്ങനെ വരുമ്പം അതിനെ നമുക്ക് വേണമെങ്കിൽ അഗ്നിമാരുത ബന്ധം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അഗ്നി എന്ന് പറയുന്നത് ചൊവ്വയാണ്, മാരുതൻ കാറ്റ് എന്ന് പറയുന്നത് ശനിയുമാണ്. അപ്പം ഇവർ തമ്മിലുള്ള ഒരു ബന്ധം, അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ 7-ാം ഭാവത്തിലായതുകൊണ്ട് യാത്രയിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ 7-ാം ഭാവം എന്ന് പറയുമ്പോൾ പങ്കാളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, യാത്രാ സംബന്ധമായ കാര്യങ്ങൾ, മാർഗസ്ഥാനം, ഇങ്ങനെ പലതും പറയുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ടോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരുമായിട്ടോ അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ടോ ഒക്കെ ചെറിയ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളാണെങ്കിൽ പോലും അതൊരു വലിയ വിഷയമായിട്ടൊക്കെ മാറാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഒരു നിസ്സാര കാര്യം ചിലപ്പോൾ അതൊരു വലിയ വിഷയമായിട്ടും വലിയ പ്രശ്നമായിട്ടും ഒക്കെ മാറാം. 7-ലെ ശനി എല്ലാത്തിനും ഒരു അലസത കാണിക്കും, അതുപോലെ ഒരു നിസ്സാര ഭാവം കാണിക്കും. അതായത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ബുദ്ധി പ്രവർത്തിക്കത്തില്ല. അതല്ലേ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ എന്തും ഈസി ആയിട്ട് വലിയ നിസ്സാരമായിട്ടൊക്കെ ചിലപ്പോൾ അത് തള്ളിക്കളയാം. അതും ചിലപ്പോൾ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വരും. കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും ആയിരിക്കണമെന്നില്ലല്ലോ കാര്യങ്ങളുടെ പോക്ക് വരും. സെപ്റ്റംബർ 13 മുതൽ ചൊവ്വ 2-ാം ഭാവത്തിലേക്ക്, അതായത് തുലാൻ രാശിയിലേക്ക് മാറും. അപ്പോൾ 2-ാം ഭാവം എന്ന് പറയുമ്പോൾ ധനപരമായ കാര്യങ്ങൾ, കുടുംബപരമായ കാര്യങ്ങൾ, നമ്മുടെ സംസാരം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളെ സൂചിപ്പിക്കാം. അപ്പോൾ 2-ാം ഭാവത്തിലേക്ക് ചൊവ്വ വരുമ്പോൾ നമ്മുടെ സംസാര രീതി കൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ അതുപോലെ വകതിരിവില്ലാതെ ദീർഘവീക്ഷണമില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സാമ്പത്തിക നഷ്ടം വരുത്തും. അപ്പം എല്ലാവരുമായിട്ടും ബുധനാണല്ലോ ജന്മരാശി. അപ്പം സ്വാഭാവികമായിട്ടും 2-ാം ഭാവം എന്ന് പറയുമ്പോൾ അത് ധനവും കുടുംബവും വീട്ടുകാരും ഒക്കെയാണല്ലോ വരുന്നത്. അപ്പം അങ്ങനെ ഉള്ള കാര്യത്തിലും ചില ഭിന്നതയും അഭിപ്രായ വ്യത്യാസമൊക്കെ വരാം. പിന്നെ വരുന്നത് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യമാണ് 2-ാം ഭാവത്തിൽ വരുന്നത്. അപ്പോൾ 2-ാം ഭാവത്തിലെ ചൊവ്വ എന്ന് പറയുമ്പം അതിനും എന്തെങ്കിലും തടസ്സങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മുടക്കമോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കും. പിന്നെ ഇതിന് ഉള്ള ഒരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതിനൊക്കെ ചെറിയൊരു മാറ്റം വരാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴം 5-ാം ഭാവത്തിലെ തുലാൻ രാശിയിലേക്ക്, അതായത് മിഥുനത്തിൻ്റെ 5-ാം ഭാവമായ തുലാൻ രാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടി ഉണ്ട്. അപ്പം വ്യാഴം അനുകൂലമായിട്ടൊക്കെ ഇഷ്ടഭാവത്തിൽ ബലവാന്മാരായിട്ടൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ, അതുപോലെ ദശാപഹാര കാലങ്ങളൊക്കെ വ്യാഴം അനുകൂലമായിട്ടൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ 2-ാം ഭാവത്തിലെ ചൊവ്വ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. പക്ഷേ ജന്മരാശിയിൽ നിൽക്കുന്ന ചൊവ്വ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ മറ്റു കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതിന് ശനിയുമായി മാത്രമേ ബന്ധം വരുന്നുള്ളൂ. അപ്പോൾ 2-ാം ഭാവത്തിലെ ചൊവ്വയ്ക്ക് വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉണ്ടെങ്കിൽ ആ ദൃഷ്ടി കൊണ്ട് വലിയ വിഷയമാകാതെ ഈശ്വരാധീനം കൊണ്ട് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത് പരിഹരിച്ചു പോകാം. ചിലപ്പോൾ ചെറിയ ചെറിയ ഗുണങ്ങളും
ഉണ്ടായെന്ന് വരാം. പിന്നെ വ്യാഴത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ വ്യാഴം കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിൻ്റെ 7-ാം ഭാവത്തിൻ്റെ ആധിപത്യമുള്ള, അതായത് കേന്ദ്ര ആധിപത്യം എന്ന് പറയും. അപ്പം കേന്ദ്ര ആധിപത്യമുള്ള വ്യാഴം എല്ലാ സമയത്തും എപ്പോഴും നല്ല ഗുണം തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. ഉഭയരാശിയിൽ ജനിക്കുന്നവരെ സംബന്ധിച്ച് മാത്രമേ, അതായത് മിഥുനൻ രാശി, കന്നിരാശി, ധനുരാശി, മീനൻ രാശി, ഈ രാശി ലഗ്നമായിട്ട് ജനിക്കുന്നവർക്കാണ് ഈ വ്യാഴം കേന്ദ്ര ആധിപത്യം വരുന്നത്. അതുപോലെ ശുക്രന് വരാം. അപ്പം ഇങ്ങനെ വരുമ്പോൾ വ്യാഴത്തിൻ്റെ കേന്ദ്രാധിപത്യ ദോഷത്തിൻ്റെ പകുതി മാത്രമേ ശുക്രനെ സംഭവിക്കുന്നുള്ളൂ. അങ്ങനെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ലഗ്നത്തിൽ ജനിച്ചവർക്ക് ഈ കേന്ദ്രഭാവത്തിലൊക്കെ വ്യാഴം ശുക്രനൊക്കെ നിൽക്കുമ്പോൾ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേന്ദ്രഭാവത്തിലാണെങ്കിലും സ്വക്ഷേത്രഗതനോ ഉച്ചസ്ഥനോ ഒക്കെ ആണെങ്കിൽ അതുകൊണ്ട് വലിയ ദോഷമൊന്നും നമുക്ക് പറയാനുമില്ല. അപ്പം മിഥുനൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സ്വക്ഷേത്രവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സ്ഥാനത്തൊന്നും അല്ല നിൽക്കുക. അപ്പം 10-ാം ഭാവത്തിൽ ചാരവശാൽ വ്യാഴം വരിക എന്ന് പറയുമ്പോൾ കർമ്മസ്ഥാനത്ത് ഒരുപാട് വലിയ മെച്ചമൊന്നും ഉണ്ടാക്കത്തില്ല. ചിലരൊക്കെ ഒരുപാട് പുകഴ്ത്തി പറയുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ജാതകത്തിൽ 10-ാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ഒക്കെ വന്നാൽ അതിൻ്റേതായ പ്രയോജനമൊക്കെ ഉണ്ടാകാം. പക്ഷെ ചാരവശാൽ, അതായത് ഓരോരോ സമയങ്ങളിൽ ഓരോ വർഷം രാശി മാറി 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 പോകുന്ന വ്യാഴത്തിൻ്റെ ഈ ഉഭയരാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രാധിപത്യ ദോഷം സ്വാഭാവികമായിട്ടും 10-ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. 10-ാം ഭാവാധിപൻ ബുധനാണ്. ഈ ബുധൻ ആഗസ്റ്റ് 30 മുതൽ 12-ാം ഭാവത്തിൽ വരും. അപ്പോൾ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക്, കാരണം 12-ാം ഭാവത്തിലേക്കാണല്ലോ വരുന്നത്, ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഗുണമൊന്നും ലഭിക്കണമെന്നില്ല. കാരണം 12-ാം ഭാവം നഷ്ടസ്ഥാനവും നാശസ്ഥാനവും ഒക്കെയാണ്. അതായത് തൊഴിൽപരമായ കാര്യങ്ങളിൽ ഒരുപാട് മേന്മയൊന്നും പ്രതീക്ഷിക്കാനില്ല എന്നാണ്. പിന്നെ ജാതകത്തിൽ ഇപ്പോൾ 10-ാം ഭാവത്തിൽ ശുഭയോഗ ദൃഷ്ടിയോടുകൂടി ഏതെങ്കിലുമൊക്കെ നല്ല ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തുമില്ല. ഒരു തരത്തിൽ ഇപ്പോൾ ഈ കേന്ദ്രാധിപത്യ ദോഷമുള്ള വ്യാഴം 10-ൽ നിൽക്കുമ്പോൾ, അതുപോലെ തന്നെ ബുധൻ 12-ാം ഭാവത്തിലൊക്കെ ഈ ചിങ്ങമാസത്തിൽ വരികയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കർമ്മദോഷം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ചെയ്യുന്ന കാര്യത്തിന് പൂർണ്ണഫലം അനുകൂലമാകണം എന്നൊന്നുമില്ല എന്നാണ് അതിൻ്റെ ഒരു സാരം. വ്യാഴവും ശുക്രനും ഒന്നിച്ച് ആദ്യ ദിവസങ്ങളിൽ 10-ൽ വരുന്നുണ്ട്. അപ്പം വ്യാഴം ബുദ്ധിപരമായ ഉണർവ്, ധനപരമായ കാര്യങ്ങൾ, ധാർമ്മികമായ ബോധം എന്നിവയൊക്കെയാണല്ലോ വ്യാഴം നൽകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രധാനമായും ഇത്തരം കാര്യങ്ങൾ വ്യാഴം സൂചിപ്പിക്കുമ്പോൾ ശുക്രൻ ഏത് വിധത്തിലും സുഖത്തെ ഉണ്ടാക്കുക എന്നതാണ് ശുക്രനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും ഉള്ള കാര്യം. അപ്പം വ്യാഴം ജാതകത്തിൽ ബലവാനായിട്ട് ഇഷ്ടഭാവത്തിലൊക്കെ നിൽക്കുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാൽ വ്യാഴം അത്ര ബലവാനല്ലാതെ അനിഷ്ടഭാവത്തിലൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ധാർമ്മികമായ ചിന്തയൊന്നും വലുതായിട്ട് കാണത്തില്ല. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് എന്തു തന്നെയായാലും സ്വന്തം സുഖം പ്രധാനമായിട്ട് അവർ കാണും. ഈ സുഖം എന്ന് പറഞ്ഞത് 2 രീതിയിലാണ്. വ്യാഴത്തിൻ്റെ സുഖം എന്ന് പറഞ്ഞാൽ ആത്മസുഖം, അത് ഈശ്വരാധീനത്തോട് ഉള്ള ഒരു അടുപ്പവും നാമജപവും അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തയിലൂടെ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളാണ്. നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുക, ധാർമ്മികമായി തന്നെ മുന്നോട്ട് പോവുക, തെറ്റായ വഴികളിൽ പോകാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത. പക്ഷേ ശുക്രനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഭൗതിക സുഖ സൗകര്യങ്ങളാണ്. നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വീട്, വാഹനം, അതുപോലെ തന്നെ ശയനസുഖം, സ്ത്രീ സുഖം, ഇങ്ങനെയൊക്കെയുള്ള ഭൗതിക സുഖ സൗകര്യങ്ങളെ തേടിപ്പോകുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വന്തം സുഖത്തിന് തന്നെയാണ് ഇവിടെ 10-ാം ഭാവത്തിൽ തുടക്കത്തിൽ വരുന്ന ശുക്രൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ചെറിയ ചെറിയ വിഷയങ്ങൾ എന്തെങ്കിലും വന്നാൽ ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല എന്ന് നേരത്തെ പറഞ്ഞതുപോലെയൊക്കെയുള്ള ചില ചിന്തകളും വരാം. ആഗസ്റ്റ് 20 മുതൽ ശുക്രൻ കർക്കിടകത്തിൽ 11-ാം ഭാവത്തിൽ വരും. 11-ാം ഭാവം പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. ആഗമന സ്ഥാനമാണ്, ലാഭസ്ഥാനമാണ്, പലർക്കും പലതും നേടിക്കൊടുക്കുന്ന സ്ഥാനമാണ്. അപ്പം ശത്രുരാശിയിലാണെങ്കിലും ലാഭസ്ഥാനത്ത് പല വിധത്തിലുള്ള സുഖവും ഒക്കെ തന്നെ ശുക്രൻ കൊടുക്കും. നേരത്തെ പറഞ്ഞതുപോലെ
ശുക്രൻ നൽകുന്ന സുഖം ആത്മസുഖമല്ല, പിന്നെയോ ഭൗതിക സുഖമാണ്. വ്യാഴമാണ് യമനിയമങ്ങളിലൂടെയും ധ്യാനത്തിലൂടെയൊക്കെ ലഭിക്കുന്ന ഒരു പരമാനന്ദത്തെ നൽകുന്നത്. ശുക്രൻ എന്ന് പറയുമ്പോൾ ഭൗതിക സുഖം, ശരീരത്തിൻ്റെയും ആ ഭൗതികമായി നമുക്ക് എന്തെല്ലാം സുഖങ്ങൾ ലഭിക്കുമോ ആഗ്രഹിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ഭക്ഷണ സുഖമാകാം, ശയന സുഖമാകാം, സ്ത്രീ സുഖമാകാം, അലങ്കാരങ്ങൾ കൊണ്ടും ആഡംബരം കൊണ്ടുമുള്ള സുഖമാകാം. ഇങ്ങനെ ഒരുപാട് തരത്തിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന സുഖങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഇത്തരം സുഖമാണ് 11ാം ഭാവത്തിലെ ശുക്രൻ ഓരോരുത്തർക്കും നൽകാൻ ആഗ്രഹിക്കുന്നത്. ആഗസ്റ്റ് 30 ശുക്രൻ ചിങ്ങൻ രാശിയിൽ 12ാം ഭാവത്തിലേക്ക് വരും. അപ്പോൾ 12ാം ഭാവം നേരത്തെ പറഞ്ഞതുപോലെ നഷ്ടസ്ഥാനവും അല്ലെങ്കിൽ വ്യയസ്ഥാനവും ഒക്കെ ആണെന്ന് പറഞ്ഞാൽ പോലും ശുക്രനെ സംബന്ധിച്ചിടത്തോളം ആ സുഖത്തിന് വലിയ നഷ്ടമോ കുറവോ ഒന്നും വരുത്തുന്നില്ല. കാരണം 12ാം ഭാവത്തിൽ നിന്നാലും ശുക്രൻ കുറേയൊക്കെ സുഖകരമായ അനുഭവങ്ങൾ നൽകും. അതായത് മൃഷ്ടാന്ന ഭക്ഷണം, പ്രത്യേകിച്ച് ചിങ്ങൻ രാശി ആയതുകൊണ്ട് മാംസാഹാരപ്രിയം, ചിങ്ങം സിംഹം പോലെ എന്നൊക്കെയാണല്ലോ. അപ്പോൾ വെജിറ്റേറിയനേക്കാൾ കൂടുതൽ നോൺ വെജിറ്റേറിയന് ഒരു താല്പര്യമുണ്ടാകാം. അതുപോലെ ശുക്രന് പാപയോഗ ദൃഷ്ടി വരുന്നുണ്ട്. ചിങ്ങൻ രാശിയിൽ കേതു നിൽപ്പുണ്ട്, 7ാം ഭാവത്തിൽ രാഹു നിൽപ്പുണ്ട്. അപ്പം ഇങ്ങനെ പാപയോഗ ദൃഷ്ടിയൊക്കെ വരുന്ന ശുക്രനായതുകൊണ്ട് സ്വാഭാവികമായും സുഖം കൂടാൻ വേണ്ടി അല്പം ലഹരിയൊക്കെ ആകാം എന്നൊക്കെ ചിന്തിക്കും. അത് ഏത് ലഹരി ആയാലും. അപ്പം അങ്ങനെയൊക്കെ പലതരത്തിൽ സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ കന്നിരാശിക്കാർക്ക് പൊതുവെ നോക്കുമ്പോൾ കുറേ നല്ല ഫലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 12ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ കൂടെ നിന്നവരൊക്കെ ചിലർ, സ്ത്രീകളെ സംബന്ധിച്ച് പലരും ഒരു അകൽച്ച സൂചിപ്പിക്കാം, അല്ലെങ്കിൽ ബന്ധുക്കളും കൂടെ നിന്നവരും ഒക്കെ ചിലപ്പോൾ ഈ സ്വഭാവങ്ങളൊക്കെ കണ്ടൊന്ന് മാറി നിൽക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പം കന്യരാശിക്കാർക്ക് കുറേ നല്ല ഫലങ്ങളും കുറേ മോശം ഫലങ്ങളും ഈ ചിങ്ങമാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് ശനി, ഒന്ന് ചൊവ്വ. അതാണല്ലോ ഈ അഗ്നിമാരുത ബന്ധം എന്നൊക്കെ ഞാൻ പറയും. പിന്നെ മറ്റൊരു ഗ്രഹമാണ് സ്വക്ഷേത്രത്തിലാണെങ്കിലും ശുക്രന്റെ സ്ഥിതി, 12ാം ഭാവത്തിലെ സ്ഥിതി. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഗ്രഹങ്ങളുടെ ദോഷത്തിന് കുറവുണ്ടാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? മറ്റൊന്നും ചെയ്യാനില്ല, ഈശ്വരവചനം മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ വലിയ ആളാണ്, ഞാൻ വിചാരിച്ചാൽ എന്ത് നടക്കും എന്നൊന്നും വിചാരിച്ചാൽ ഗ്രഹങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ശനിയും ചൊവ്വായും സൂര്യനും അതിൻ്റെ ദോഷഫലശാന്തിക്കായിട്ട്, ശനിയുടെ കാര്യം നിങ്ങൾക്കറിയാം, ശാസ്താവിന് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക, ശാസ്താവിന് എന്തെങ്കിലുമൊക്കെ വഴിപാട് നടത്തുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ചൊവ്വയെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഇവിടെ ജന്മരാശിയിലും 2ാം രാശിയിലുമായിട്ടാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് കന്യരാശിക്കാർക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒന്ന് യുഗ്മരാശിയും ഒന്ന് യോജരാശിയുമാണ്. അപ്പോൾ ഭദ്രകാളിയും സുബ്രഹ്മണ്യനും ഇവിടെ ജന്മരാശിയിലും 2ാം ഭാവത്തിലുമായിട്ട് വരും. അപ്പോൾ ഏതായാലും ഭദ്രകാളിക്കായാലും സുബ്രഹ്മണ്യനായാലും ചൊവ്വാഴ്ച ദിവസം ഭജനം നടത്തുക, ക്ഷേത്രദർശനം നടത്തുക, വഴിപാട് നടത്തുക, ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അതുപോലെ സുബ്രഹ്മണ്യനെ സംബന്ധിച്ച് ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നതും പഞ്ചാമൃതം വഴിപാട് നടത്തുന്നതുമൊക്കെ നല്ല കാര്യമാണ്. ഭദ്രകാളിയെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ചുവന്ന പട്ട് കൊടുക്കുക, ചുവന്ന പൂക്കൾ കൊണ്ട് പൂജിക്കുക, അതുപോലെ അർച്ചനകൾ നടത്തുക, കടുംപായസം നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള ഏത് കാര്യമാണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ചൊവ്വാഴ്ച ദിവസം ആണ് ഇതെല്ലാം ചെയ്യേണ്ടത്. സുബ്രഹ്മണ്യനെ സംബന്ധിച്ച് ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ഷഷ്ടി വരുന്ന ദിവസമോ ആണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഗ്രഹങ്ങളുടെ ദോഷത്തിന് ഒരു ചെറിയ മാറ്റമൊക്കെ വരും. അത് നമ്മളെ മാനസികമായിട്ട് വരുന്ന ഒരു മാറ്റം ഈശ്വരാധീനം കൊണ്ട് പൊതുവെ അതിൻ്റെ പവർ കുറയ്ക്കുന്നത്, അല്ലാതെ ഞാൻ വലിയവനാണ് എന്നുള്ള ചിന്തയിലൊന്നുമല്ല. അതുപോലെ ആദിത്യൻ സ്വക്ഷേത്രവാനാണ്, ചിങ്ങൻ രാശിയിലാണ്. അത് മഹാദേവൻ്റെ വളരെ പവർഫുള്ളായ ഒരു സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞായറാഴ്ച ദിവസം ശിവൻ്റെ സന്നിധിയിൽ പോയി നിങ്ങൾ ഒരു കൂവളമാലയോ അല്ലെങ്കിൽ ഒരു അർച്ചനയോ നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് അത് നടത്തി തൊഴുത് പ്രാർത്ഥിച്ചാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും. ചിങ്ങമാസം നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷമായിട്ട് തന്നെ തരണം ചെയ്യാൻ സാധിക്കും. കാരണം ഓണക്കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലം വളരെ സന്തോഷപൂർവമായ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന്
ഞാനും ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.